ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ കാര്യങ്ങളൊന്നും ഒരു പെർഫെക്റ്റ് ആവാത്തതുകൊണ്ട് തുടങ്ങാതെ അങ്ങനെ ഇരിക്കുക. അങ്ങനെ എത്ര ആളുണ്ടാവും? നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്, അങ്ങനെ ഒരു 15 വർഷം മുമ്പ് എന്നോട് പറഞ്ഞു അയാൾക്ക് നല്ല ട്രെയിനിങ് കപ്പാസിറ്റി, കോച്ചിങ് കപ്പാസിറ്റി, മെന്ററിങ് കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നത് ഞാൻ പെർഫെക്റ്റ് അല്ലല്ലോ ലൈഫിൽ, അതുകൊണ്ട് തന്നെ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ട്രെയിനിങ് തുടങ്ങുമെന്ന് പറഞ്ഞു. പിന്നെ ഉപരി പറഞ്ഞു എൻ്റെ വീഡിയോസും ക്ലാസ്സൊന്നും അത്ര പെർഫെക്റ്റ് അല്ല, പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ അതേ ഇപ്പോൾ 15 വർഷത്തിന് ഇപ്പോഴും പെർഫെക്റ്റ് ആവാൻ വേണ്ടി കാത്തിരിക്കുക. അങ്ങനെ കുറേ ആൾക്കാർ നമ്മുടെ മുമ്പിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പെർഫെക്റ്റ് സാധനം എന്ന് പറഞ്ഞൊരു സാധനം ലോകത്തില്ല ശരിക്കും. പിന്നെ ഉള്ളത് ഹൈ ക്വാളിറ്റി സാധനമാണ്, അതും ആപേക്ഷികമാണ്. നമ്മൾ ഏത് പോയിന്റിലാണോ ഉള്ളത് അവിടുന്ന് അങ്ങോട്ട് തുടങ്ങലാണ്. അല്ലാതെ നല്ല വാപ്പ, നല്ല ഹസ്ബൻഡ്, നല്ല പ്രൊഡക്റ്റ്, നല്ല വീഡിയോ, നല്ല ഷോട്ട്, നല്ല ട്രെയിനർ, അങ്ങനെ ഒരു സാധനം ലോകത്തില്ല. ഓരോരുത്തരും ഒരു പോയിന്റിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങുക. അത് 0 ആയിരിക്കും, 1 ആയിരിക്കും, 2 ആയിരിക്കും. എന്നിട്ട് നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടതും ശ്രമിക്കേണ്ടതും ഇന്നലത്തെ നമ്മളെക്കാൾ ബെറ്റർ ആയിരിക്കണം. ഇന്നത്തെ അതൊരു കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റാണ്. നമ്മൾ മരിക്കുന്ന അന്ന് രാവിലെ വരെ നമ്മളോട് അനുസരിച്ചുകൊണ്ടിരിക്കണം, കണ്ടിന്യൂസ് ഇമ്പ്രൂവ്. പക്ഷേ ഇന്നലത്തെ നമ്മളെക്കാൾ ഇന്ന് നമ്മൾ മോശമാകാൻ പാടില്ല. ആ പ്രോസസ്സിന്റെ പേരാണ് ക്വാളിറ്റി. അതർവൈസ് ദർ ഇസ് നത്തിങ് കോൾഡ് പെർഫെക്റ്റ് പേഴ്സൺ ഓർ പെർഫെക്റ്റ് പ്രൊഡക്റ്റ് ഓർ പെർഫെക്റ്റ് ആക്ഷൻ. അങ്ങനെ ഒരു സാധനം തന്നെ ലോകത്തില്ല.